ഞാൻ അത്യാവശ്യം നല്ല ബിസി ആയതുകൊണ്ടാണ് ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഓക്കെ. So let me start. So നമുക്ക് ശ്രദ്ധിക്കുക, വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ മീൻസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ നമ്മളൊരു ഡേറ്റ അനാലിസിസ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റയെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കേജാണ് മാറ്റ്പ്ലോട്ലിബ്. Matplotlib. So first, before starting this, we have to import Matplotlib. Okay, so Matplotlib import here. So അത് ഇതുപോലെ തന്നെ നമുക്ക് Matplotlibനെ matplotlib.pyplot as plt, അതായത് ഒരു അലിയാസ് നെയിം നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇത് Matplotlib ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കിയേ, എന്തെങ്കിലും എറർ വരുന്നുണ്ടോ എന്ന് നോക്കിയേ. എന്തെറാ വന്നേ? മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് എറർ. പിപ്പ് ഇൻസ്റ്റാൾ മാറ്റ്പ്ലോട്ലിബ് ചെയ്തേ. അതെന്താന്ന് വെച്ചാൽ ഇന്നലെ വരെ എറർ വരാത്തത്, ഇന്നലെ വരെ നിങ്ങൾ ഗൂഗിൾ കൊളാബിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ സിസ്റ്റത്തിൽ മാറ്റ്പ്ലോട്ലിബ് ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എറർ വന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്ക്ലമേഷൻ പിപ്പ് ഇൻസ്റ്റാൾ മാറ്റ്പ്ലോട്ലിബ് ഇത് റൺ ചെയ്യണം. ഈ ഒരു കമാൻഡ് റൺ ചെയ്യണം. ജൂപ്പിറ്റർ ചെയ്യുന്നവർക്ക് എന്തായാലും എറർ വരുമ്പോൾ യു ഹാവ് ടു ഇൻസ്റ്റാൾ ദാറ്റ് പെർട്ടിക്കുലർ പാക്കേജ് യൂസിങ് പിപ്പ് ഇൻസ്റ്റാൾ. ഈ അതിഥൊക്കെ നേരത്തെ കയറിയിട്ടുണ്ടോ ഇതുവരെ? Adit, are you there? Adarsh and Adit. ഇതിനു മുമ്പ് കേറിയിട്ടുണ്ടോ ആദിത്? ഞാൻ കണ്ടിട്ടില്ല, അതാണ്. അരുണിമ, മാറ്റ്പ്ലോട്ലിബ് പറ്റിയോ ഡൗൺലോഡ് ചെയ്യാൻ? അരുണിമ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് മാം, ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊളാബിലാണോ? മാം കൊളാബിലാ. ഓക്കെ, അപ്പൊ എറർ ഒന്നും വന്നില്ലല്ലോ? ഇല്ല. രമ്യക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയോ? രമ്യ പറ്റി മാം, ചെയ്തു. ഓക്കെ. ഭദ്ര ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ നമുക്ക് മാറ്റ്പ്ലോട്ലിബ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് തുടങ്ങാം. സോ ചെറിയ ഒരു ലൈൻ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഹൗ ടു ഡ്രോ എ ലൈൻ ഗ്രാഫ് യൂസിങ് മാറ്റ്പ്ലോട്ലിബ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, 0 to 0 മുതൽ 6 to 50, 0യും 6 to 50 രണ്ട് പൊസിഷൻ കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണ് വരയ്ക്കുന്നത്. ഓക്കെ, 0യും 6 to 50യും പോയിന്റ് കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഗ്രാഫാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ there should be x axis as well as y axis. So x axis values should be included in an NumPy array as well as y axis elements also included in a NumPy array. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. x points np.array of 0 to 6. 0 മുതൽ 6 വരെയുള്ള വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അറേ ഉണ്ടാവണം. ദെൻ y points 0 to 250 വരെയുള്ള ഒരു അറേയും ഉണ്ടാവണം എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. ദെൻ ആ എക്സ് പോയിന്റ്സും വൈ പോയിന്റ്സും പ്ലോട്ട് എന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിട്ട് ആ plt.show കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ഔട്ട്പുട്ട്. ഞാൻ കോഡ് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കോഡാണ്, ബട്ട് ഇറ്റ്സ് നെസസറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡുകളാണ്. ഞാനിത് ഇതിലിടാം, ചാറ്റിലിടാം. So this is a code
to create a line graph, or it's a line between 2 points. It's not a graph, it's a line, right? Between 2 points. Okay. കിട്ടിയോ എല്ലാവർക്കും ആ ലൈൻ? ഈ കോഡ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ലൈൻ കിട്ടിയോ? ഇതുപോലെ കിട്ടിയോ? ഇങ്ങനെ ഒരു ലൈൻ കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? നേഹ കിട്ടിയായിരുന്നോ? നേഹ? യെസ് മാം, കിട്ടി. ഓക്കെ. സോ അതുപോലെ തന്നെ നെക്സ്റ്റ് വീണ്ടും ഒരു ആണ്. പിന്നെ ഞാൻ കാണിക്കാം. ഒരു പോയിന്റ് ഇതുപോലെ 1, 3 and 8, 10 എന്ന് പറയുന്ന ഒരു ലൈൻ, അതായത് 1, 3 എന്ന പോയിന്റും 8, 10 എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുന്ന ഒരു കോഡാണ് ഇത്. വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഉള്ളൂ. സോ ഇതിന്റെ ഡിഫോൾട്ട് കളർ when we are drawing something using Matplotlib, the default color for that is blue. So we can change the color to check. Yes, we can change the color using the attribute color. We can change the color using the attribute color. Width possible അല്ല, ലൈനിന് width possible അല്ല. ബാർ ചാർട്ടിനാണ് width കൊടുക്കാൻ പറ്റും. ഇത് വേണ്ട. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ആയ മാറ്റ്പ്ലോട്ലിബിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ആണ്. ഹൗ ടു ഡ്രോ എ സിംഗിൾ ലൈൻ യൂസിങ് മാറ്റ്പ്ലോട്ലിബ് ലൈബ്രറി. ഹൗ ടു ഡ്രോ എ സിംഗിൾ ലൈൻ യൂസിങ് മാറ്റ്പ്ലോട്ലിബ് ലൈബ്രറി. So where we have to specify x-axis values as well as y-axis values, and x-axis valuesum y-axis valuesum നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്? പോയിന്റ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായല്ലോ. പോയിന്റ്സ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ നോക്കൂ. ഇപ്പം ഈ ലൈൻ എന്ന് പറഞ്ഞ ലൈൻ ബിറ്റ്വീൻ 0.1, 3 and 8, 10. ഇതാണ് പോയിന്റ്, ഇതാണ് ലൈൻ. ലൈൻ വിച്ച് കണക്ട്സ് 0.13 and 8, 10. സോ ഈ 1, 8 എന്ന് പറയുന്ന രണ്ടും എക്സ് കോർഡിനേറ്റ് വാല്യൂസ് ആണ്. അപ്പൊ അത് രണ്ടും ആദ്യം NP-arrayക്ക് അകത്ത് എക്സ് പോയിന്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 3ഉം 10ഉം എന്ന് പറയുന്ന വൈ കോർഡിനേറ്റ് വാല്യൂസ് ആണ്, അത് വൈ പോയിന്റ്സിലും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? മനസ്സിലായോ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ കോഡിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എമി, ഗൗതം,
നോ മാം മനസ്സിലായി. ഇല്ല മാം മനസ്സിലായി. ഓക്കെ ഓക്കെ. ദെൻ അടുത്ത് ഇനി മൾട്ടിപ്പിൾ പോയിന്റ്സിനെ ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പം 1 3 2 8 6 1 8 10. സോ മൾട്ടിപ്പിൾ പോയിന്റ്സിനെ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെയും നമുക്ക് എന്താ അതിന്റെ എക്സ് കോർഡിനേറ്റ്സ് എല്ലാം ഒരുമിച്ച് കൊടുക്കുക, വൈ കോർഡിനേറ്റ്സ് എല്ലാം ഒരുമിച്ച് കൊടുക്കുക. വി ക്യാൻ പ്ലോട്ട്. കണ്ടോ? ക്ലിയർ? ഇവിടെ ഞാൻ കളർ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. സോ മൾട്ടിപ്പിൾ പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ വരയ്ക്കാൻ അതിന്റെ എല്ലാം എക്സ് കോർഡിനേറ്റ്സ് ഒരുമിച്ച് ഒരു ലിസ്റ്റ് ആയി കൊടുക്കുക. വി ക്യാൻ പ്രൊവൈഡ് വൈ കോർഡിനേറ്റ്സ് ടുഗദർ ആസ് എ ലിസ്റ്റ്. സോ ബോത്ത് ലിസ്റ്റ്, it's not a list, it's an NP array. So x points and y points are in NumPy array, and we can pass that x points and y points to the plot function that will create line. കണ്ടോ, ഇവിടെ പ്ലോട്ട് മാത്രം ചെയ്താൽ ശരിക്കും പ്ലോട്ട് ആവും. ബട്ട് നമ്മൾ പ്ലോട്ട് ഡോട്ട് ഷോ കൂടെ കൊടുക്കണം. പ്ലോട്ട് ഡോട്ട് ഷോ കൊടുത്തില്ലെങ്കിലും ഇത് സംടൈംസ് റൺ ആവും. പ്ലോട്ട് ഷോ കൊടുക്കാന്നാണ് ഒരു ബേസിക് രീതി. ഇനി സോ ഇത്രയും സിംഗിൾ ലൈൻ വരയ്ക്കുന്നത് മനസ്സിലായല്ലോ യൂസിങ് മാറ്റ്പ്ലോട്ലിബ്. സോ നൗ വി ക്യാൻ കണക്ട് 2 points, multiple points, anything. And we can make changes in the color also. Ini bar plot. So in the bar plot, bar graph ennu parnal namukku ariyale bar plot. So here also we have to specify. Ipo ivide njan vera oru example. Okay, njan run cheyyam. First of all ivide nokku. So I want to plot marks of different students. ഞാൻ ഇവിടെ അനന്യ, ഇവിടെ ഭരത്, ഇവിടെ ക്യാച്ച്, ഇവിടെ ഡാന, ഇത്രയും ആൾക്കാരുടെ പേര് കൊടുക്കുന്നു. ദെൻ ഞാൻ മാർക്ക് കൊടുക്കുന്നു 30, 80, 10, 100. ഓക്കെ, സോ മനസ്സിലായല്ലോ. അനന്യയുടെയും ഭരത്തിന്റെയും ക്യാറ്റിന്റെയും ഡാനയുടെയും മാർക്ക് ഞാൻ പ്ലോട്ട് ചെയ്യാണ്. So I can just simply plot using plt.bar. നേരത്തെ plt.plot ആയിരുന്നു, ഇവിടെ plt.bar. So I can give, so I got a bar graph. So it will automatically take the range of x coordinate and y coordinate. So if I want to specify the color, I can specify the color to change the color, and if I want to specify the width of bars, that is also possible. That is also possible. Clear? So this is the code for creating bar plot. So plot is a function to draw line. Bar is a function to create bar graph. So both of the cases we have to specify x coordinates. We have to specify x coordinates as a NumPy array and y coordinates also as the NumPy array. Clear? Doubt? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജോയൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. കെവിൻ?
കെവിൻ Yes, ma'am. ബാർ ഗ്രാഫ് വരച്ചോ? Yes, ma'am. ഓക്കെ. ഇനി നമ്മൾ ഇന്നലെ നമ്പി പഠിച്ചത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ബേസിക് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിലും വി നീഡ് നമ്പി അറേ. ഇനി ഹിസ്റ്റോഗ്രാം. ഫോർ ദ ഹിസ്റ്റോഗ്രാം there is a hist function. സോ ഇതാണ് ഹിസ്റ്റോഗ്രാം. ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് എക്സ് പ്രിന്റ് ചെയ്യാം. ഞാൻ റാൻഡം ഫംഗ്ഷൻ വെച്ചിട്ട് കുറച്ച് എക്സ് പ്രിന്റ് ചെയ്തെടുത്തതാണ്. ഇതാ കുറെ റാൻഡം വാല്യൂസ് ഞാൻ ചുമ്മാ ക്രിയേറ്റ് ചെയ്തതാണ്. അത് വെച്ചിട്ട് ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ ഇനി പൈ ചാർട്ട് കൂടെ ഇതിൽ നോക്കാം. പൈ ചാർട്ടിൽ നമ്മൾ വൈയുടെ വാല്യൂ മാത്രമേ കൊടുക്കൂ. 35, 25, 25, 15 എന്നുള്ള 3 വാല്യൂസ്. നമുക്ക് എത്ര വാല്യൂ വേണമെങ്കിലും മാറ്റി കൊടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി കൊടുക്കാം. കണ്ടോ, ഇപ്പൊ ഈ റെഡ് 1 ആണ്, 75. ഇനി ഇതിന് കൂടെ ഒരു വാല്യൂ കൂടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സോ ഇങ്ങനെ അവിടെ പൈ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ദർ ആർ ലോട്ട് ഓഫ് ഫങ്ഷൻസ് അവൈലബിൾ ഇൻ പ്ലോട്ട്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഞാൻ ജസ്റ്റ് PLT കണ്ടോ, ഞാൻ ഇതിൽ ആകെ 2 or 3 ഫംഗ്ഷൻ മാത്രമാണ് പഠിപ്പിച്ചത്. ബാർ പഠിപ്പിച്ചു, പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഫങ്ഷൻസ് മാത്രമേ ഞാൻ പഠിപ്പിച്ചുള്ളൂ. ഡ്രോ, ഫിഗർ. ദർ ആർ ലോട്ട് ഓഫ് ഫങ്ഷൻസ് അവൈലബിൾ ഇൻ മാറ്റ്പ്ലോട്ലിബ് പാക്കേജ്. എന്റെ ഉദ്ദേശം എനിക്കിപ്പോ മാറ്റ്പ്ലോട്ലിബ് പഠിപ്പിക്കാൻ മാത്രം ഒരു 5 ദിവസം വേണ്ടി വരും. അപ്പൊ അത് നമുക്ക് പറ്റില്ല. സോ മാറ്റ്പ്ലോട്ലിബിൽ അത്യാവശ്യം ഇതിനാണ് ഇതിന്റെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാറ്റ്പ്ലോട്ലിബ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫോർ ദ വിഷ്വലൈസേഷൻ പർപ്പസ്, സോ we can visualize the data using matplotlib. Okay, where we have to specify x coordinates as well as y coordinates. We can draw any type of chart. Any type of chart. Doubt എന്തെങ്കിലും ഉണ്ടോ മാറ്റ്പ്ലോട്ലിബില്? മാറ്റ്പ്ലോട്ലിബ് അല്ല, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസേഷൻ പഠിക്കാനുണ്ട്. ബട്ട് ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് മാറ്റ്പ്ലോട്ലിബ്. നമ്മൾ എപ്പോഴും ആദ്യം മെഷീൻ ലേണിംഗിന്റെ പ്രോജക്റ്റ് ചെയ്യുന്നവര് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മാറ്റ്പ്ലോട്ലിബിനെ കുറിച്ചാണ്. സോ ദാറ്റ് ഈസ് എ ബേസിക് പാക്കേജ് ഫോർ വിഷ്വലൈസേഷൻ. So there are a lot of possibilities to draw the figures in matplotlib. Clear ആണോ? അടുത്തയിലേക്ക് പോട്ടെ, ഡൗട്ട് ഉണ്ടോ? ഷോൺ ഓക്കെ ആണോ? ഷോൺ അടുത്തയിലേക്ക് പോട്ടെ? Yes, ma'am. Okay, so next we can see the another topic, Seaborn. Seaborn is another visualization package. Seaborn is another visualization package. So what is the difference between Seaborn and machine learning? Sorry, matplotlib. Matplotlib ഒരു basic visualization package ആണ്. And we cannot download predefined data sets using matplotlib. അപ്പോൾ മാറ്റ്പ്ലോട്ലിബ് നിങ്ങൾ കണ്ടു, അതിൽ നമ്മൾ വരച്ചതെല്ലാം XY കോർഡിനേറ്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഞാനൊരു കാര്യം കാണിക്കാം, നോക്കട്ടെ. ഞാൻ
ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോജക്ട്സിൻ്റെ ഒരു ഇത് കാണിക്കാം. ഇത് ഞാനിപ്പോൾ ഇതിൽ വിൻഡോസിലായിരിക്കുന്നത്. ഞാൻ ഉബുണ്ടു എടുത്താലേ എനിക്കത് കാണിക്കാൻ പറ്റും. ഞാൻ ഉബുണ്ടുവിലാണ് വർക്ക് ചെയ്യുന്നത് ബേസിക്കായിട്ട്. അപ്പം അത് ഞാൻ കാണിക്കാം അപ്പോഴും. സോ എനിവേ സീബോൺ. അപ്പോൾ സീബോൺ ഒരു പാക്കേജാണ്, വിഷ്വലൈസേഷൻ പാക്കേജ്. സോ ദർ ആർ ലോട്ട് ഓഫ് പ്ലോട്ട്സ് ആർ അവൈലബിൾ. ഈ പ്ലോട്ട്സ് ഒക്കെ ഓരോന്നിനും ഓരോ യൂസാണ്. നമുക്ക് ആവശ്യമുള്ള പ്ലോട്ട് നമുക്ക് എടുക്കാം. മാറ്റ്പ്ലോട്ട് ലിബിനേക്കാളും ദർ ആർ ലോട്ട് ഓഫ് വെറൈറ്റി പ്ലോട്ട്സ് ആർ അവൈലബിൾ ഇൻ സീബോൺ. ബട്ട് അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് സീബോണിൽ ദർ ആർ ലോട്ട് ഓഫ് പ്രീ ഡിഫൈൻഡ് ഡേറ്റാ സെറ്റ്സ് അവൈലബിൾ. So if we want to do some project using Seaborn, we can directly download data sets using Seaborn package. So just try to import Seaborn first. If you are getting error, you can install Seaborn. If you are getting error, you can install Seaborn. കിട്ടിയോ? സീബോൺ കിട്ടിയോ എല്ലാവർക്കും? സീബോൺ കിട്ടിയോ? രമ്യ, സീബോൺ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയോ? കിട്ടി മാം. നെവിൻ? യെസ് മാം, കിട്ടി. ഓക്കെ. സോ ഇവിടെ നോക്കൂ, സീബോണിനകത്ത് ഇപ്പൊ നമ്മൾ SNS എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഒരു പെറ്റ് നെയിം കൊടുത്തിട്ടുണ്ടല്ലോ. SNS ഡോട്ട് ലോഡ് ഡേറ്റ സെറ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ലോഡ് ഡേറ്റ സെറ്റ്. സോ ലോഡ് ഡേറ്റ സെറ്റ് എന്ന് കൊടുത്താൽ you will have lot of data sets available. ഒരുപാട് ഡേറ്റ സെറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ലോട്ട് ഓഫ് ഡേറ്റ സെറ്റ്സ് അവൈലബിൾ. സോ ഇതിൽ ഞാൻ ഒരു ഡേറ്റ സെറ്റ് ആണ്, ടിപ്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സെറ്റ് തൽക്കാലം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഈ ഡേറ്റ സെറ്റ് കൊടുത്തു നോക്കിയേ. ടിപ്സ് എന്ന് കൊടുത്തു നോക്കിയേ, ഇങ്ങനെ സിംഗിൾ കോഡ്സിൽ കൊടുത്തു നോക്കിയേ. എന്നിട്ട് ടിപ്സ് ഡോട്ട് ടെയിൽ എന്ന് കൊടുത്തേ, ഈ ഒരു 2 ലൈൻ കൊടുത്തേ. ഇഫ് യു ആർ ഗെറ്റിംഗ് എറർ പ്ലീസ് ടെൽ മീ. If you are getting error, please tell me. If you are getting error, please tell me. ഇങ്ങനെ ഒരു ഡേറ്റ സെറ്റ് കിട്ടിയോ? യെസ് മാം. ഓക്കെ. വേറെ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടോ? ഇത് നമ്മൾ ഇന്നലെ പഠിച്ച എന്താ ശരിക്കും? ഇസ് ഇറ്റ് എ നമ്പർ അറേ? ഇസ് ഇറ്റ് എ സീരീസ്? ഇസ് ഇറ്റ് എ ലിസ്റ്റ്? ഇസ് ഇറ്റ് എ ഡിക്ഷണറി? ഇസ് ഇറ്റ് എ ഡേറ്റ ഫ്രെയിം? വാട്ട് ഇസ് ദാറ്റ്? Pandas participle the data frame. Data set, and of course is a data frame, right? Yes ma'am. പാണ്ടാസിനകത്ത് പഠിച്ച ഡേറ്റ ഫ്രെയിം ആണ്. അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ കേട്ടില്ലായിരുന്നു. അങ്ങനെയാണോ? അതെ അതെ. ഓക്കെ ഓക്കെ. റൈറ്റ്.
ഇന്നലെ നമ്മൾ റീഡ് ചെയ്യാൻ പറഞ്ഞ ഡേറ്റാ സെറ്റ് കണ്ടല്ലോ. ഈ ഡേറ്റാ സെറ്റില് if it is a data frame, if it is a data set, we can print first 5 or 10 rows or last 5 or 10 rows. So if you want to print first 5 or 10 rows, then you have to use head function. If you want to print last 5 or 10 rows, then you have to use tail function. And if you are not specifying number of rows to be printed, by default 5 rows will be printed. If you are specifying the number of rows to be printed, that number of rows will be printed. Clear? So head എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫസ്റ്റ് റോസ് പ്രിന്റ് ചെയ്യാനും tail എന്ന ഫംഗ്ഷൻ ലാസ്റ്റ് റോസ് പ്രിന്റ് ചെയ്യാനും വേണ്ടിയാണ്. And if you are not specifying the number of rows to be printed, പ്രിന്റ് ചെയ്യേണ്ട റോസ് നമ്പർ ഓഫ് റോസ് നമ്മൾ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് 5 റോസ് പ്രിന്റ് ആവും. And if we are specifying, then അത്രയും നമ്പർ ഓഫ് റോസ് പ്രിന്റ് ആവും. അപ്പൊ ഇന്നലെ ലോഡ് ചെയ്യാൻ പറ്റിയവര് ഇത് നോക്കുക. df.head, df.tail, സോ ഇത് പാണ്ടാസിലുള്ളതാണ്. ഈ ഒരു ഡേറ്റാ സെറ്റിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാനുള്ള ഫങ്ഷൻസ്. അപ്പൊ ഇവിടെ ടിപ്സ് എന്ന ഡേറ്റാ സെറ്റിലെ ലാസ്റ്റ് 6 റോസ് പ്രിന്റ് ചെയ്യാനുള്ള കോഡാണ് എഴുതിയിരിക്കുന്നത്. ടിപ്സ് ഡോട്ട് ടെയിൽ ഓഫ് 6. ഇസ് ദാറ്റ് എനി ഡൗട്ട്? കിട്ടിയോ എല്ലാവർക്കും? മേഘന, ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ മേഘനയ്ക്ക്? Yes, ma'am. ഓക്കെ. ഇനി ഈ ഡേറ്റ സെറ്റ് ഉപയോഗിച്ചുള്ള കുറച്ച് വിഷ്വലൈസേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബാർ പ്ലോട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ബാർ പ്ലോട്ട്. സോ ബാർ പ്ലോട്ടില് എക്സിന്റെ സ്ഥാനത്ത് സെക്സും വൈന്റെ സ്ഥാനത്ത് ടോട്ടൽ ബില്ലും കൊടുക്കുന്നു. എക്സിന്റെ സ്ഥാനത്ത് സെക്സ് ആൻഡ് വൈയുടെ സ്ഥാനത്ത് ടോട്ടൽ ബിൽ. ഡേറ്റ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ടിപ്സ് എന്ന് പറയുന്ന ഡേറ്റാ സെറ്റിനാണ് എടുക്കേണ്ടത്. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ബാർ പ്ലോട്ട് എന്ന ഫംഗ്ഷനിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആക്ച്വലി they took the average of all the total bill of female as well as male. മെയിലിന്റെയും ഫീമെയിലിന്റെയും ആവറേജ് എടുത്ത് അത് വെച്ചിട്ടാണ് ഡ്രോ ചെയ്തത്. ഓക്കെ. സോ ഇഫ് ഐ ആം സ്പെസിഫൈയിങ് what I had to specify. Total bill and tip. കണ്ടോ എന്തൊരു വൃത്തികെട്ട ഒരു ഗ്രാഫ് വന്നു നോക്കിയേ. ടോട്ടൽ ബില്ലും ടിപ്പും കൊടുത്തപ്പോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ അല്ലേ? ബിക്കോസ് ഈ ഡേറ്റാ സെറ്റിൽ മൊത്തം 243 റോ ഉണ്ട്. അത് മനസ്സിലായോ? അത് മനസ്സിലായില്ല. ഇതിവിടെ നോക്കൂ, ഞാനിവിടെ സെക്സും ടോട്ടൽ ബില്ലും കൊടുത്തപ്പോ I got, they took the average value of female and male and they draw the graph. But when I am giving tips as well as total bill, each one of the total bills having its own tip. So in the graph, they have to specify 243
lines, because in this data set there are 243 rows. How I can understand 243 rows? Because when I print tail of the data set ഞാൻ പ്രിന്റ് ചെയ്തപ്പോൾ 243 വരെയാണ് വന്നത് അല്ലേ? അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് 243 റോസ് ഉള്ള ഒരു ഡേറ്റാ സെറ്റ് ആണ്. ഇത് ഓർമ്മയുണ്ടോ? ഇത് ഇങ്ങനൊരു സാധനം കണ്ടത് ഓർമ്മയുണ്ടോ? ഇങ്ങനൊരു സാധനം എവിടെയെങ്കിലും കണ്ടത് ഓർമ്മയുണ്ടോ? നമ്പർ ഓഫ് റോസ്. യെസ്, നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഞാൻ അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇഫ് വി ആർ ഡൂയിങ് മെഷീൻ ലേണിംഗ് പ്രോഗ്രാംസ് ആൻഡ് മെഷീൻ ലേണിംഗ് പ്രോജക്ട്സ്, we are having lot of data sets which contains 100 of rows and 100 of columns. So where we have to identify the number of rows and columns using shape. So here in this data set there are 244 rows and 7 columns are there. Okay, so when I am drawing or when I am trying to plot a bar graph using tips and value, I mean total bill, the graph became, karanam they have to specify 244 data, right? Sorry. ഇതിങ്ങനെ ഇത്ര വൃത്തികേടായിട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. മാം പറഞ്ഞു ചോദിച്ചോ മിഥുൻ. നമ്മൾ ആദ്യത്തത് മറ്റേ സാലറിയുടെ കൊടുത്തതിന് ആവറേജ് അല്ലേ കാണിച്ചേ? അതെ, അത് ആവറേജ് അല്ലാതെ അല്ല ഇൻഡിവിജ്വൽ ആയിട്ട് കാണിക്കാൻ പറ്റൂ? ഇൻഡിവിജ്വൽ ആയിട്ട് കാണിക്കാൻ 2 എക്സ് അല്ലേ ഉള്ളൂ, എക്സ് കോർഡിനേറ്റ് 2 അല്ലേ ഉള്ളൂ. ഞാൻ പറയാം കാണിക്കാം, വെയിറ്റ്. മോനെ, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും മാത്രമല്ലേ ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ ഓരോ മെയിലും അങ്ങനെ കാണിച്ച അതിന്റെ ഡിഫറൻസ് ഇല്ലല്ലോ, മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ വന്നു. ഇവിടെ ടിപ്പിന്റെയും ടോട്ടൽ ബില്ലിന്റെയും കാര്യത്തില് എവറി വാല്യൂസ് ആർ ഡിഫറെന്റ്. സോ ദാറ്റ്സ് വൈ എല്ലാം പ്ലോട്ട് ചെയ്തു, മനസ്സിലായോ? അപ്പൊ ഞാൻ അത് കുറച്ചുകൂടെ ഇതായിട്ട് കാണിക്കാം. ഡേയും പിന്നെ ടോട്ടൽ ബില്ലും കൊടുത്തു നോക്കാം നമുക്ക്. അപ്പോഴും നമുക്ക് 7 കിട്ടും. കണ്ടോ, 7 4 ഉള്ളൂ, കാരണം 4 ദിവസമേ ഉള്ളൂ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പൊ ആ 4 ദിവസത്തിന്റെ ആവറേജ് എടുത്തിട്ട് ടോട്ടൽ ബിൽ. So from this graph we can identify Sunday is actually the day the total bill amount is greatest അല്ലെങ്കിൽ biggest. അത്രേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഈ ഹെഡ് ഫംഗ്ഷൻ, ടെയിൽ ഫംഗ്ഷൻ, ഷേപ്പ് ഇതൊക്കെ മനസ്സിലായില്ലോ? യെസ് മാം. I'm just trying to plot something in the
ഇത് മനസ്സിലായോ? ഇവിടെ നിന്ന് ഞാൻ സെക്സും അവർ പെർ വീക്കും എടുത്തിട്ട് അവിടെ ആ ഡേറ്റ സെറ്റിന്റെ പേരും കൊടുത്തപ്പോൾ ഇന്നലെ ഞാൻ ലോഡ് ചെയ്ത ഡേറ്റ സെറ്റ് adult_sal.csv എന്ന് പറയുന്ന ഡേറ്റ സെറ്റിൽ നിന്ന് എനിക്കൊരു ഗ്രാഫ് ബാർ പ്ലോട്ട് വരയ്ക്കാൻ പറ്റി. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അശ്വിൻ 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 ഇല്ലേ? നിമിഷ നിമിഷ Yes, ma'am. നിമിഷ വരയ്ക്കുന്നുണ്ടോ? Yes, ma'am. ഓക്കെ. ഇത് ഇന്നലത്തെ ഈ ഒരു CSV ഫയൽ ലോഡ് ചെയ്യാൻ പറ്റിയായിരുന്നോ? Yes, ma'am. പറ്റിയായിരുന്നു. ഓക്കെ. അവിടെ ഇതിങ്ങനെ ഡ്രോ ചെയ്ത് നോക്കുക കേട്ടോ. Okay, ma'am. അതിൽ ഏതെങ്കിലും 2 ആട്രിബ്യൂട്ട് എടുത്തിട്ട് ഇതുപോലെ ബാർ ഗ്രാഫ് വരയ്ക്കാൻ ട്രൈ ചെയ്യാം. ഇനി അപ്പൊ ഇത് ബാർ പ്ലോട്ട് ആണ്. ബാർ പ്ലോട്ടിൽ വി ഹാവ് ടു സ്പെസിഫൈ ദ കോളം നെയിം ഓഫ് എക്സ് കോർഡിനേറ്റ് ആസ് വെൽ ആസ് ഞാൻ ഈ DF എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് ഞാൻ ഈ CSV ഫയൽ റീഡ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡേറ്റയുടെ സ്ഥാനത്ത് DF കൊടുത്തത്. ഇവിടെ ഞാൻ ടിപ്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് ആ ഡേറ്റ സെറ്റ് ലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റയുടെ സ്ഥാനത്ത് ടിപ്സ് എന്ന് കൊടുത്തത്. ക്ലിയർ? ഇനി then count plot. Count plot എന്താണ്? Counting the number of occurrences which only pass the x value. So count plot വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലോട്ടാണ്. അതായത് മോർ ദാൻ 1 occurrence ഉള്ള ഏതെങ്കിലും ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ മാത്രം പാസ് ചെയ്ത് നമുക്ക് കൗണ്ട് എടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒന്നാണ് സെക്സ്. സോ മെയിലും ഫീമെയിലും. അപ്പൊ എത്ര ഫീമെയിൽ ഉണ്ട് എത്ര മെയിൽ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ we can use count plot. So it's similar to box plot, but where we can only pass the x coordinate because that is used to find the occurrences of a particular value. So we can give day. എത്ര തേഴ്സ്ഡേ ഉണ്ട്, എത്ര ഫ്രൈഡേ ഉണ്ട്, എത്ര സാറ്റർഡേ ഉണ്ട്, എത്ര സൺഡേ ഉണ്ട്. സോ റെപ്പറ്റേറ്റ് ചെയ്യുന്ന വാല്യൂസ് കൊടുത്താൽ മാത്രമേ നമുക്ക് കൗണ്ട് പ്ലോട്ട് എടുക്കാൻ പറ്റൂ. ക്ലിയർ? മനസ്സിലായോ? ഈ എക്സാമ്പിളിലാണെങ്കിലോ നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം. സോറി, ടിപ്സ് അല്ല DF. ഓക്കെ. അയ്യോ ഭയങ്കര ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. നമുക്ക് കൺട്രി കൊടുത്താലോ? നമുക്ക് വായിക്കണം, അതുകൊണ്ട് കൺട്രി കൊടുക്കാം. ഓ, അവിടെ ഇഷ്ടം പോലെ കൺട്രി ഉണ്ട്. ഡിഫറെന്റ്. ഇവിടെ സെക്സ് റേസ് കൊടുക്കാം. ഓ, അവിടെയും ഒരുപാടുണ്ട്, പക്ഷെ വൈറ്റ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് കൗണ്ട് പ്ലോട്ട് എടുക്കാം. ക്ലിയർ? കൗണ്ട് പ്ലോട്ട് മനസ്സിലായല്ലോ?
ഒരു പെർട്ടിക്കുലർ വാല്യൂവിന്റെ ഒക്കറൻസസ് കണ്ടുപിടിക്കാനാണ് കൗണ്ട് പ്ലോട്ട്. സോ ഇതൊക്കെ വെറൈറ്റി ഓഫ് പ്ലോട്ട് ആണ്. ഇത് ശരിക്കും സീബോണിലാണ് ഉള്ളത്. മാറ്റ്പ്ലോട്ലിബ് ഇങ്ങനത്തെ പ്ലോട്ടുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് സീബോൺ ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു പാക്കേജാണ്. സോ കൗണ്ട് പ്ലോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇനി അടുത്ത് നെക്സ്റ്റ് ബോക്സ് പ്ലോട്ട് ആൻഡ് വയലിൻ പ്ലോട്ട്. ബോക്സ് പ്ലോട്ട് ആൻഡ് വയലിൻ പ്ലോട്ട്. സോ കാറ്റഗറിക്കൽ ഡേറ്റ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബോക്സ് പ്ലോട്ട് ആൻഡ് വയലിൻ പ്ലോട്ട്. സോ നമുക്ക് നോക്കാം. ബോക്സ് പ്ലോട്ടിനും വയലിൻ പ്ലോട്ടിനും there are two functions, box plot and violin plot. കണ്ടോ, ബോക്സ് പ്ലോട്ട് എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലോ. ഇതാണ് ബോക്സ്. ഇത് കണ്ടിട്ടുണ്ടോ ഈ ബോക്സ് ഗ്രാഫ്? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ബോക്സ് പ്ലോട്ട്? ഇല്ല മാം. ഇങ്ങനെയൊക്കെ പ്ലോട്ടുകൾ ഉണ്ട്. നമ്മൾ ഈ റിസർച്ച് പേപ്പറൊക്കെ എഴുതുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ ബോക്സ് പ്ലോട്ട് ഒക്കെ വരച്ചിട്ട് അതിന്റെ ഫോട്ടോസ് ആണ് നമ്മളെടുത്ത് റിസർച്ച് പേപ്പറിലൊക്കെ അയക്കുക. പക്ഷേ പലപ്പോഴും ബോക്സ് പ്ലോട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇത് വയലിൻ പ്ലോട്ട്, നല്ല ഭംഗിയാ കാണാൻ. കണ്ടോ, ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇങ്ങനത്തെയൊക്കെ പ്ലോട്ടുകൾ അവൈലബിൾ ആണ്. മാം ഈ പാലറ്റ് പാരാമീറ്റർ എന്തുവാ? പാലറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പ്ലോട്ടിന്റെ തന്നെ ഒരു ആട്രിബ്യൂട്ട് ആണ്. ഇവിടെ നമ്മൾ സെറ്റ് 1 ആൻഡ് സെറ്റ് 2 എന്ന് പറയുമ്പോൾ, സെറ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഡേറ്റാ സെറ്റിനെ ഡിവൈഡ് ചെയ്യും, ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആദ്യത്തെ ഹാഫാണ് സെറ്റ് 1, സെക്കൻഡ് ഹാഫാണ് സെറ്റ് 2. അപ്പൊ സെറ്റ് 1ലെ ഡേറ്റ മാത്രം എടുത്താണ് ബോക്സ് പ്ലോട്ട് വരച്ചത്. സെറ്റ് 2ലെ ഡേറ്റ മാത്രം എടുത്താണ് നമ്മുടെ വയലിൻ പ്ലോട്ട് വരയ്ക്കുന്നത്. അപ്പൊ അതാണ് പാലറ്റ്. ദെൻ വീണ്ടും കുറെ പ്ലോട്ടുകളാണ്. സ്ട്രിപ്പ് പ്ലോട്ട്, സ്വാം പ്ലോട്ട് ഒക്കെ. ഇവിടെ നമ്മൾ സ്ട്രിപ്പ് പ്ലോട്ട് ഇതാണ്, ദെൻ സ്വാം പ്ലോട്ട് ഇതാണ്. സോ നിങ്ങൾ പല ഫിഗേഴ്സിലും ഇങ്ങനത്തെ പ്ലോട്ടുകളൊക്കെ കാണുമല്ലോ. ഇതൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നെങ്കിലും തൽക്കാലം അറിയാം. നമുക്ക് ശരിക്കും ഒരു വിഷ്വലൈസേഷന് ബാർ പ്ലോട്ടിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. പക്ഷെ നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ പ്ലോട്ടുകളൊക്കെ കാണുമ്പോൾ ഇത് സീബോണിലെ ഡിഫറെന്റ് പ്ലോട്ടുകളാണ്, ഇത് വെച്ചിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് വിഷ്വലൈസേഷൻ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 10 minutes ബ്രേക്ക് എടുക്കുകയാണ്. ശരിക്കും ഇന്ന് 2 hours ക്ലാസ് ആണുള്ളത്. നമുക്ക് 14 hours ആണ് നമ്മുടെ പ്രോഗ്രാം. സോ അത് 4 into 3 12 hours, പിന്നെ ലാസ്റ്റ് ഡേ 2 hours ആണ്. അങ്ങനെയാണ് 14 hours. അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മെഷീൻ ലേണിംഗ് പ്രോജക്ട്സിന്റെ ഒരു കേസ് സ്റ്റഡി റൺ ചെയ്ത് കാണിക്കും. ഇവിടെയൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കും. എന്നിട്ട് ഞാൻ ഈ ഒരു കോഴ്സ് അവസാനിപ്പിക്കും. അപ്പൊ ഇത്രയാണ് ഉള്ളത്. എന്തെങ്കിലും പിന്നെ ഇനി ഒരു കാര്യം, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ കൂടെയാണ്. 10:45 ഞാൻ ജോയിൻ ചെയ്യും.
10:45 ടു ഒരു 11:45 വരെ ഞാൻ ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ഈ 5 ദിവസം പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, സോ എടുക്കാലോ, ബ്രേക്ക് എടുക്കാലോ.